അച്ഛാ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വിട്ട് വരാം. ഇതിനെവിടെ കൊടുക്കുന്നുണ്ടോ? What? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ വസ്ത്രം ധരിച്ച് പുറത്തു പോകാറില്ല. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നാരും പോണ്ട. പക്ഷെ നിന്റെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള സഞ്ജയ് ഇല്ലാത്ത കുഴപ്പം എന്തിനാണ് അച്ഛന്? സഞ്ജയന്റെ പ്രോപ്സ് പ്രോപ്സ് ഇല്ലേ? ചെറുതായിട്ടൊരു കുഴപ്പമോട് ഒന്നുമില്ല. ഒരു പെണ്ണുണ്ണി. ഞാനൊക്കെ എന്റെ ഭാര്യ വരച്ച വരയിൽ നിർത്തിയവനാ. വെറുതെ അല്ലമ്മ അപ്പുറത്ത് ഗോപാലങ്ങളുടെ കൂടെ പോയത്. ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും മുഖത്തോക്ക് സംസാരിക്കാറില്ല ആണുങ്ങളുടെ. എന്താ അവരെ കൂമാളായിരുന്നു? അതൊക്കെ പോട്ട്. ഇവിടെ എനിക്ക് തിന്നാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? സ്വിഗ്ഗിന്ന് വരും. സ്വിഗ്ഗി വിശക്കുമ്പോ അവര് കൊണ്ടു തരും. എനിക്ക് അതിനെ കണ്ടവന്മാര് കൊണ്ടു തരുന്ന ഫുഡൊന്നും വേണ്ട. നാടെ പച്ചവെള്ളം കുടിച്ചോണ്ട് കളിയാക്കുന്നറ. ഒന്നുമില്ല, ഞാൻ അച്ഛനല്ലേ. എന്റെ അമ്മൂമ്മയൊക്കെ എന്റെ അപ്പൂപ്പനെ കണ്ടാ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. റിയലി? അതെ, പക്ഷെ പുള്ളിക്ക് 16 മക്കളായിരുന്നു. വെറുതെ എല്ലാവരും പേടിച്ചത്. പോർ ഗ്രാൻഡ്. അപ്പുറത്തെ രാമുന്റെ മരുമോളുണ്ടല്ലേ, 5 മണിക്ക് സെറ്റ് സാരി കൊടുത്ത് അടുക്കളയിൽ കയറി അപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കി തരും. ഇവിടെ ഒരു തീർത്ത് അപ്പം ചോദിച്ചാൽ അവളെന്റെ അപ്പനെ വിളിക്കുന്ന അവസ്ഥ. എന്താ ചെയ്യുന്നേ? ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. അതെനിക്ക് പള്ള കായുന്നുണ്ട്. രാമുന്റെ മരുമോളത്തോട് ചെല്ലും. അവൾ ഇപ്പൊ അപ്പം ഉണ്ടാക്കി തരും. അത് കഴിച്ചാൽ മതി. പോയത് കണ്ടോ? നീ ഒന്ന് മുണ്ടുമടക്കിയാ തീരാവുന്ന കേസേ ഉള്ളൂ. സഞ്ജു യോഗയിൽ 84 ആസനങ്ങളാണുള്ളത്. നവാസിന് അറിയാവുന്ന 2 ആസനങ്ങൾ പറയൂ. അൽഫാംസനം. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നവാസെ, മൂക്ക് മുട്ട തിന്നിട്ട് ആസനം കമത്തിയുള്ള കിടത്ത വേണ്ട വേണ്ടാന്ന്. സാറ് പറഞ്ഞ ഡയറ്റ് റൊട്ടി ഒന്നും ശരിയാവുന്നില്ല. അയ്യോ, എന്തോ പറ്റി? സാറ് പറഞ്ഞ ചിക്കനും കിഴങ്ങൊന്നും കഴിച്ചിട്ട് എന്റെ വണ്ണം ഒന്നും കുറയുന്നില്ല. നീ എങ്ങനെ കഴിച്ചത്? ഞാൻ KFC പോയിട്ട് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ശാന്തം. കാര്യം സാറ് ബസുമതി റൈസ് കഴിക്കാൻ പറയാന്. ഇല്ലേ ഡെയിലി മന്തി വാങ്ങിച്ചു. എന്റെ ഫോൺ എടുത്ത് ആരാന്ന് നോക്ക്. സാറേ, കുക്കിരി. കുക്കിരിയോ? ആരുടെ കുക്കിരി? നോക്കട്ടെ. എടാ KU ഗിരി. ഇനിഷ്യലായിരുന്നു. ഏതോ ആസനത്തിന് ഡൗട്ട് വയ്ക്കാൻ വിളിക്കുക. അടുത്തതായി നമുക്ക് കുക്കുഡ് ആസനം പിടിക്കാം. പൊങ്ങണില്ല. അയ്യോ, എനിക്കും പൊങ്ങുന്നില്ല. സാറേ, എന്റെ പൊങ്ങുന്നേ ഇല്ല. എടാ, ഇതിനൊക്കെ പ്രാക്ടീസ് വേണം. പക്ഷേ ഈ ആസനം ഒരു സുഖമില്ല. നമുക്ക് അടുത്ത ആസനം പിടിക്കാം. എന്നാ നമുക്ക് നവാസനെ പിടിക്കാം. എടാ, നവാസിനെ പിടിക്കാനല്ലടാ, നവാസനം. സോറി നവാസ്. ഓക്കെ, പറ്റുന്നുണ്ടോ? നവാസിന് പോലും ഇവിടെ നവാസനം പറ്റുന്നില്ല. സാറേ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. എന്നാ നിനക്കൊക്കെ ഇഷ്ടമുള്ള ആസനം അങ്ങ് ചെയ്യും. I want to know your future cultural programs. അതെന്തോന്നു? ഭാവി കലാപരിപാടികൾ. ഞാൻ മണ്ണിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഇതിനി മണ്ണിരെ പിടിക്കാന്. കൃഷി അല്ല, എന്ത് കൃഷി? ഈ റോസാപ്പിൾ ഈ കാശ്മീരിലൊക്കെ കിട്ടും. ഇതിവിടെ കിട്ടും. തർജിമ ചെയ്യേ. ചാമ്പയ്ക്ക. എന്റെ സ്നേഹം, നീ ഇങ്ങനെ സ്നേഹമില്ലാത്ത രീതിയിൽ പെരുമാറില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്ന് പറ. പരസ്നേഹം ഉറങ്ങൂല. മൈൻഡ് ആക്കണ്ടല്ലോ. നിനക്ക് ഞാനാണോ വലുത്? നിന്റെ കൂട്ടുകാരാണോ വലുത്? നീ ഇങ്ങനെ ചെകുത്താന്റെ കടലിൽ നടുക്കരുത്ത് വരും ചോദിക്കല്ലേ? ആരാടാ ചെകുത്താൻ? നീ തന്നെ. ഇങ്ങനെ എന്റെ കാര്യം നോക്കാൻ പറ്റാത്തതിനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഐ കാൺ. എന്തോ ഞാനങ്ങ് പേടിച്ചില്ല. ഈ മാസം അവിടെ കാണുന്ന പെണ്ണൂള. ഇയാളെ ഞാൻ. എന്റെ സ്നേഹം, നമ്മളിവിടെ എന്തിനാ വന്നത്? എല്ലാം പറഞ്ഞ് സമാധാനമായിട്ട് പിരിയാനല്ലേ? ഒത്തുതീർപ്പാക്കാൻ. ഒത്തീർപ്പാണ് ഞാൻ. ഇയാളിന്ന് അയാൾ ഒത്തുതീർപ്പാക്കാൻ തന്നെ പറഞ്ഞു. നോക്കാം. എന്താ കുഞ്ഞുപ്പെങ്ങളുടെ പ്രശ്നം? റങ്കനങ്കിൾ ഇത് കേൾക്കണം. ഇവ എനിക്ക് ഒട്ടും കയറി തരാറില്ല. എന്താടാ നിനക്ക് ഒരു മുഴ കയറ് വാങ്ങിച്ചു കൊടുത്താല്? And you know, he is very toxic. എടാ, ഈ പ്രായത്തിൽ അർത്ഥം അറിയാൻ സംസാരിക്കരുത്. പിന്നെ അവന് പല ഗേൾസുമായിട്ട് കമ്പനി ഉണ്ട്. പോരാത്തതിന് ചാറ്റ് വരെ ചെയ്തു. അതും ചെയ്തു. മോളെ, ഇവനെ സൂക്ഷിക്കണം. ഇവനെ ഒത്തുതീർപ്പാക്കാന്നല്ലേ പറഞ്ഞേ? ഞാൻ തീർത്തു തരാന്നാ പറഞ്ഞെ.
ഇവ ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തുകൊണ്ട് ഇവ ഇനി നിന്നെ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, പോരുന്ന എൻ്റെ കൂടെ. എന്താ അങ്കിൾ? ശുദ്ധമായ പാൽപ്പായസത്തിൽ ഞാൻ വിസ്കി വേറെ വെച്ചുതരാം.